സോ നമുക്ക് കോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഗൂഗിൾ കൊലാബിലാണ് ചെയ്യുന്നത്. ഗൂഗിൾ കൊലാബ് ഒരു ക്ലൗഡ് ബേസ്ഡ് എൻവയോൺമെൻറ്റ് ദാറ്റ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് ആണ്. സോ നമുക്ക് പ്രീ കോൺഫിഗേർഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. ഓൾറെഡി കുറേ പാക്കേജസും ലൈബ്രറീസും എസ്പെഷ്യലി ഡീപ്പ് ലേണിങ്ങിനൊക്കെ ആവശ്യമുള്ള ലൈബ്രറീസ് എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. നമുക്കിനി ഇമ്പോർട്ട് ചെയ്താൽ മതി. സോ നമ്മൾ സീക്വൻഷ്യലി യൂസ് ചെയ്താണ് മോഡൽ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കോഡ് ചെയ്ത് തുടങ്ങാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ മെഷീൻ ലേണിംഗ് സൂപ്പർവൈസിലെല്ലാം ചെയ്ത പോലെ തന്നെ നമ്മുടെ നെസസറി ലൈബ്രറീസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യാം. സോ ഇപ്പോൾ ഡീപ്പ് ലേണിങ്ങിന് യൂസ് ചെയ്യുന്ന ലൈബ്രറി ടെൻസർഫ്ലോ ആണ്. അപ്പോൾ ഇമ്പോർട്ട് ടെൻസർഫ്ലോ ആൻഡ് ഫ്രം ടെൻസർഫ്ലോ ഇതാണ് നമ്മുടെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ TensorFlow.keras.models നിന്ന് സീക്വൻഷ്യൽ ഇമ്പോർട്ട് ചെയ്യുക. സീക്വൻഷ്യൽ യൂസ് ചെയ്താണ് നമ്മൾ മോഡൽസ് ബിൽഡ് ചെയ്യുന്നത്. ദെൻ ഓൾസോ നമ്മൾ ഇപ്പോൾ ഇതൊരു സിമ്പിൾ ഇൻട്രൊഡക്ടറി എക്സാമ്പിൾ ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഡെൻസ് ആൻഡ് ഫ്ലാറ്റൻ ലെയേഴ്സ് മാത്രമാണ്. അപ്പോൾ അവയും ഇമ്പോർട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഡേറ്റ സെറ്റ് MNIST. ഇതാണ് നമ്മുടെ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ സെറ്റ്. ഈ MNIST എന്ന് പറയുന്നത് ഒരു ക്ലാസിക് ഡാറ്റ സെറ്റാണ്. നമുക്ക് ഹാൻഡ് റിട്ടൺ ഡിജിറ്റ്സിൻ്റെ ഒരു ഡാറ്റ സെറ്റാണ് MNIST. ഇറ്റ്സ് എ ക്ലാസിക് ഡാറ്റ സെറ്റ്. സോ ഇതൊരു ഇമേജ് ഡാറ്റ സെറ്റാണ്. ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ്. ഓൾസോ 10 ക്ലാസ് ഉണ്ട്, 0 to 9 ഡിജിറ്റ്സ്. സോ 10 ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ഡാറ്റ സെറ്റാണിത്. സോ ഇത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ടെൻസർഫ്ലോയിൽ ഉണ്ട് ബിക്കോസ് ഇറ്റ്സ് എ വെരി ക്ലാസിക് ഡാറ്റ സെറ്റ്. ആൻഡ് സോ നമുക്ക് അതിന് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരു ലോഡ് ഡേറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഡേറ്റ ലോഡ് ചെയ്ത് കിട്ടും. സോ ഡേറ്റ ലോഡ് ചെയ്ത് വരുന്നത് 2 ടപ്പിൾസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് വി ഓൾറെഡി നോ ബിക്കോസ് ഇൻബിൽഡ് ആയത് കാരണം വി നോ ഇങ്ങനെയായിരിക്കും വന്നത്. ആൻഡ് സോ എന്തൊക്കെയാണ് 2 ടപ്പിൾസ്? ഫസ്റ്റ് ട്രെയിനിങ് ഡേറ്റ എക്സ് ട്രെയിനും വൈ ട്രെയിനും, ആൻഡ് ദെൻ ടെസ്റ്റിംഗ് ഡേറ്റ എക്സ് ടെസ്റ്റും വൈ ടെസ്റ്റും. സോ ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്സ് വി ഹാവ് ഡൺ ഇൻ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ഓൾസോ. സോ നമുക്ക് ടൈപ്പ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇറ്റ്സ് എ ടപ്പിൾ. ഈ ടപ്പിളിൻ്റെ ഉള്ള എക്സ് ട്രെയിനും വൈ ട്രെയിൻ്റെ ടൈപ്പ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇറ്റ്സ് എ നമ്പർ അറേ. Let's check y train also. Sorry, it is also a number array. So നമുക്കിനി ഷേപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷേപ്പ് ചെക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രേൻ്റെ ഷേപ്പ് 60,000 28 28 ആണ്. അപ്പോൾ വാട്ട് ദിസ് മീൻ ഇസ് നമ്മൾ ഈ ഒരു എക്സ്ട്രേ എന്ന് പറഞ്ഞ ഹോൾ ഫോൾഡർ അല്ലെങ്കിൽ ഒരു സെറ്റിൽ ഇതിനകത്ത് 60,000 ഇമേജസ് ഉണ്ട്. അത്രയും നമ്പർ ഓഫ് ഇമേജസ് ഉണ്ട്. ആൻഡ് ഇവിടെ 28 എന്താണ്? ഹൈറ്റിൻ്റെ വിഡ്ത്താണ്. നമ്മൾ ഇമേജ് റെപ്രസെൻറ്റേഷൻ ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഒരു ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് വാല്യൂസ് വരുന്നതെന്ന് പഠിച്ചു. സോ ഇവിടെ ഇത് ഹൈറ്റ് ഇൻറ്റു വിഡ്ത്താണ്, 28 × 28. സോ ഒരു വളരെ ചെറിയ ഒരു ഇമേജാണ്. പിക്സൽ സൈസാണ് 28 പിക്സൽ വിഡ്ത്ത് ഇൻ ഹൈറ്റ് ഇൻറ്റു 28 പിക്സൽ ഹൈറ്റ്. നമുക്ക് വേണമെങ്കിൽ ഒരൊറ്റ ഇമേജ് എടുത്തൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഒരു ഇമേജിൻ്റെ സൈസ് ഇതാണ്. അപ്പം നമ്മൾ ആക്ച്വലി ഇവിടെ നോക്കുമ്പോൾ കോളം വൈസ് നോക്കുമ്പോഴും റോ വൈസ് നോക്കുമ്പോഴും വി ഷുഡ് ഹാവ് 28 എലമെൻറ്റ്സ്. വി ഷുഡ് 28 എലമെൻറ്റ്സ് വരും. ഓക്കെ, so let's just cross check.